ഹായ് ഫ്രണ്ട്സ്, ബിജോസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമേ തുടങ്ങുന്ന നമ്മുടെ ചായയിലായിട്ട് അല്ലേ. ഞങ്ങൾക്ക് ചായയും അപ്പവും ഗ്രീൻ പീസ് കുറുമക്കറിയാട്ടോ. നല്ല പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ ഇട്ട ഗ്രീൻ പീസ് കുറുമയാണ്. നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ. അങ്ങനെ 3 അപ്പവും കുറച്ച് ഗ്രീൻ പീസ് കറിയും ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ ദിവസം ആരംഭിക്കുക കേട്ടോ. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകണം, ചേട്ടായിക്ക് വർക്കിന് പോകണം. അങ്ങനെ ബിസിയുള്ളൊരു ദിവസം കേട്ടോ. അപ്പോൾ ഫുഡടി എല്ലാം കഴിഞ്ഞ് രാവിലത്തെ പരിപാടി അങ്ങനത്തെ എല്ലാം കഴിഞ്ഞിട്ട് പൊന്നൂട്ടീനെ സ്കൂളിലേക്ക് പോകാൻ ഒരുക്കുക കേട്ടോ. അവർക്ക് യൂണിഫോം കിട്ടിയില്ല. യൂണിഫോം കിട്ടാത്തതുകൊണ്ട് എല്ലാ ദിവസവും കളർ ഡ്രസ്സിലാട്ടോ പോകുന്നത്. അങ്ങനെ പൊന്നൂട്ടീനെ ഒരുക്കുന്നത് കാണുമ്പോൾ തക്കുജുവിന് ഒരുങ്ങാൻ ആഗ്രഹം. അങ്ങനെ അവൾക്കൊരു പെൻസിൽ എടുത്തുകൊണ്ട് വന്ന കണ്ണൊക്കെ എഴുതി കൊടുക്കുന്ന പരിപാടി കേട്ടോ. കണ്ണ് എഴുതി കൊടുക്കുന്നു, തൊട്ട് കൊടുക്കുന്നു, അങ്ങനത്തെ പരിപാടി. പെൻസിലാവുമ്പോൾ നമ്മൾ സൂക്ഷിക്കണമല്ലോ. അങ്ങനെ ചെയ്ത് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അങ്ങനെ വഴക്ക് പറഞ്ഞ് മാറ്റും കേട്ടോ തക്കുജുവിനെ. പിന്നെ എന്താ പൊന്നൂട്ടിക്ക് തലമുടി കെട്ടിക്കൊടുക്കുക. എങ്ങനെ വേണേലും കെട്ടാട്ടോ. അവരുടെ സ്കൂളിൽ കറക്റ്റ് നിയമമൊന്നുമില്ല. ഇങ്ങനെ 2 സൈഡിലും പിന്നെ മെടഞ്ഞ് കെട്ടണമെന്നൊന്നുമില്ല. നമുക്ക് എങ്ങനെ വേണേലും കെട്ടിവിടാം. അങ്ങനെ തലമുടി കെട്ടെല്ലാം കഴിഞ്ഞു. തലമുടി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചേട്ടായിക്ക് പോകുന്ന സമയമായി കേട്ടോ. അങ്ങനെ ചേട്ടായി പോകുന്നു. ഇപ്പോൾ LKG UKG ആയിരുന്നപ്പോൾ ചേട്ടായി തന്നെ പൊന്നൂട്ടീനെ കൊണ്ടുപോകുമായിരുന്നു. നേരത്തെ പോകുമായിരുന്നു കേട്ടോ. പക്ഷേ 1ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവർക്ക് 9:40 അവിടെ എത്തിയാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതിയല്ലോ. അപ്പം ഞാൻ തന്നെ കേട്ടോ കൊണ്ടുവിടുന്നത്. ഇപ്പോൾ രാവിലെയും വൈകിട്ടും എനിക്ക് അതൊരു പണിയായി മാറിയിരിക്കുകയാണ്. രാവിലെയും വൈകിട്ടും കൊണ്ടുപോകണം. ജോബിനാണേലും 9:30 ആയിട്ട് അവിടെ എത്തിയാൽ മതി. പുള്ളി പിന്നെ സൈക്കിളിന് ഒരു 9:15 ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പോകും കേട്ടോ. അങ്ങനെ ചേട്ടായി ഇറങ്ങി. ഇന്ന് മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഭാഗ്യത്തിന്. ചേട്ടായി ഇറങ്ങുമ്പോൾ എന്നും തക്കുച്ചിന് ബൈക്കിലെ കയറണം ഒരാഗ്രഹം ഉണ്ട് കേട്ടോ. ബൈക്കിൽ കയറ്റില്ല നല്ല കരച്ചിലായിരിക്കും. ചേട്ടായുടെ കൂടെ പോകണമെന്നും പറഞ്ഞും കരയുവേ. അങ്ങനത്തെ ഒരു കരച്ചിലൊക്കെ ആയിട്ട് അവിടെ കാണുന്നത്. പിന്നെ ജസ്റ്റ് ചേട്ടായി ഒന്ന് ബൈക്കിൽ കയറ്റി ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഗേറ്റിൻ്റെ അവിടെ വരെ പോയിട്ട് തിരിച്ച് കയറ്റി വിടും. ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. അങ്ങനെ ചെരുപ്പൊക്കെ കൈ പിടിച്ചിട്ട് ചെരുപ്പിട്ടിട്ട് പോകാമെന്നാട്ടോ പറയണേ. എവിടെ പോയാലും ചെരുപ്പൊക്കെ ഇട്ടിട്ടാട്ടോ പുള്ളിക്കാരി നടക്കത്തുള്ളൂ. അങ്ങനെ ചെരുപ്പൊക്കെ എറിഞ്ഞ് കളഞ്ഞപ്പോഴത്തേക്ക് ആകെ സങ്കടമായേ. പിന്നെ ബൈക്കിൽ കയറ്റിയപ്പോഴത്തേക്ക് ഒരു ആശ്വാസമായി. ജസ്റ്റ് അവിടം വരെ കയറ്റിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി കേട്ടോ. ജസ്റ്റ് ഗേറ്റിനവിടം വരെ പോയിട്ട് കാർ പൊറിച്ചിട്ടൊക്കെ കയറ്റിയ ചില സമയത്ത് ആൾ ഓക്കെ ആവും. ചിലപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ കരച്ചിലാവും കേട്ടോ. പിന്നെ ഇപ്പോൾ എന്നും പൊന്നൂട്ടിയുടെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ അത് പറഞ്ഞ് ഓക്കെ ആക്കാം കേട്ടോ. സ്കൂളിൽ പോകാനാണേലും ഇപ്പോൾ ഇഷ്ടമാണ്. ഇനി സമയമാകുമ്പോൾ ഇഷ്ടം മാറുമോ എന്നറിയത്തില്ല. അങ്ങനെ ഇനി ബാക്കി കയറാനുള്ള ഫ്രണ്ട് എടുത്തിട്ട് ബാക്കി കയറാനുള്ള ഇതാണ്. പൊന്നൂട്ടി ഞാനൊക്കെ ബാക്കി ഇരിക്കുന്നതുകൊണ്ട് ബാക്കി കയറാനുള്ള ഒരിതാട്ടോ. അങ്ങനെ ബാക്കി കയറണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞ് ചേട്ടൻ്റെ കൈയും പിടിച്ച് കയറുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ മോഡൽ പാൻറ്റില്ല അതാട്ടോ ജോയിനിട്ടിരിക്കുന്നത്. ജോയിൻ്റെ കൈക്ക് ഇച്ചിരി ഒരു പരിക്ക് പറ്റിയായിരുന്നു. 3-4 സ്റ്റിച്ചൊക്കെ ഉണ്ട്. സ്റ്റിച്ച് വെട്ടാറായിട്ടുണ്ട്. 2 ദിവസം കൂടെ ഓടുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് വെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ ഇന്ന് ആദ്യമായിട്ട് ആ പാൻറ്റൊക്കെ ഇട്ടതിൻ്റെ അതിൻ്റെ കണ്ണാടി പോയി നോക്കുന്നു, എങ്ങനെയുണ്ട് നോക്കുന്നു, അങ്ങനത്തെ പരിപാടിയൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ തലകെട്ടും ഡ്രസ്സ് മാറലും അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ പൊട്ടുതൊടൽ കണ്ണെഴുതുന്ന പരിപാടിയൊക്കെ കേട്ടോ. അതിന് ഭയങ്കര പാടാട്ടോ. ഒരാൾക്ക് എഴുതി കൊടുക്കുമ്പോൾ അടുത്തയാൾക്കും എഴുതി കൊടുക്കണം. അങ്ങനെ അവൾക്കും കൂടെ ഞാൻ എഴുതി കൊടുക്കുന്ന പോലെ അവൾക്കും കൂടെ എഴുതി കൊടുക്കുന്ന വാശിയും ബഹളമൊക്കെ ആട്ടോ. ഇതൊക്കെ രാവിലെ ഒരു ബഹളമായ കേട്ടോ വീട്ടിൽ. എത്ര തിരക്കാണേലും കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടാട്ടോ ഞാൻ സ്കൂളിൽ വിടാറുള്ളൂ. കണ്ണ് എഴുതി കൊടുത്ത് ഐലൈനർ എഴുതി കൊടുത്ത് ഒരാളുടെ കഴിയുമ്പോൾ അടുത്തയാളും കിടക്കും. കുളിച്ചിട്ടൊക്കെ എഴുതാമെന്ന് പറഞ്ഞാലും ചേച്ചിയുടെ എഴുതുമ്പോൾ അപ്പോൾ തന്നെ അനിയത്തി കുട്ടിക്കും എഴുതണം കേട്ടോ. അങ്ങനെ പൊട്ട് തൊടുന്നു, കണ്ണെഴുതുന്നു. പൗഡർ ഞാൻ സാധാരണ ഉപയോഗിക്കാറില്ല കുട്ടികൾക്ക്. ഞാനും അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. പഴയ പൗഡർ നമുക്ക് അലർജി കുട്ടിക്ക് ഇച്ചിരി ചുമയുടെയൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അതുകൊണ്ട് അന്നത്തോടു കൂടി ഞാൻ പൗഡറിൻ്റെ പരിപാടിയൊക്കെ നിർത്തി കേട്ടോ. ഒത്തിരി പൗഡർ ഉപയോഗിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ തക്കുജുവിനും കണ്ണെഴുതാനെന്ന് പറഞ്ഞു. പുള്ളിക്കാരി കണ്ണെഴുതാനൊക്കെ കിടക്കട്ടെ. ചില സമയത്ത് കണ്ണെഴുതാൻ ഇച്ചിരി വാശിയാണ്. ചിലപ്പോൾ ചേച്ചി എഴുതുന്ന കണ്ട് അങ്ങനെ അങ്ങാണ്ട് കിടന്നോളൂ കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമേ സമ്മതിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കണ്ണിന് വാല് മാത്രം ഇട്ട് കൊടുത്തുള്ളേ. അപ്പോൾ ഓക്കെ ആയിട്ട് പുള്ളിക്കാരി കണ്ണടച്ച് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഐലൈനർ എഴുതി കൊടുത്തു കേട്ടോ. കണ്ണിൻ്റെ അകത്ത് അടിയിലായിട്ട് എഴുതാൻ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ എഴുതി കൊടുക്കാറില്ല. ഇടയ്ക്ക് മാത്രമാണ് അങ്ങനെ ട്രൈ ചെയ്യാറുള്ളൂ കേട്ടോ.
ഇതൊക്കെയായിരുന്നു ഇഷ്ടമായതുകൊണ്ട് അനങ്ങാതെ കിടന്നവിടെ. കണ്ണെഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഒരു വലിയ പൊട്ടും അങ്ങ് തൊട്ട് വലിയൊരു ഡിസൈൻ പൊട്ട് തൊട്ടു. പുള്ളിക്കാരി ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടോ. ഇനി കണ്ണാടി പോയി പറ്റിക്കാനൊന്നും പറ്റില്ല കേട്ടോ. കണ്ണാടി പോയി നോക്കും നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടോ അതോ പറ്റിക്കാനാണോന്നേ. അപ്പോൾ അതും കഴിഞ്ഞ് ഞാനൊരു 12-11 ആയിട്ടാട്ടോ തക്കുച്ചിനെ കുളിപ്പിക്കുന്നത്. ചില ദിവസം മാത്രമേ രാവിലെ കുളിപ്പിക്കത്തുള്ളൂ, മിക്ക ദിവസം ഒരു ഉച്ചയാകാറാകുമ്പോഴത്തേക്ക് കുളിപ്പിക്കത്തുള്ളൂ. വേറെ എങ്ങും പോകാനില്ലല്ലോ. അപ്പോൾ എൻ്റെ എല്ലാ പണി കഴിഞ്ഞിട്ട് കുളിപ്പിക്കും. അപ്പോൾ സ്കൂളിൽ ഇച്ചിരി തലമുടിയൊക്കെ നീണ്ടതുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ തലമുടി കെട്ടാനുള്ള പരിപാടിയാണ്. കുറച്ച് നേരമൊക്കെ നല്ല മര്യാദയ്ക്ക് ഇരിക്കും കേട്ടോ. നമ്മൾ ഒത്തിരി നേരം ഇങ്ങനെ നോക്കിയിരുന്ന ആൾക്ക് ഇഷ്ടമില്ല. അത് ഓടിവിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഓടുവേ. അതാട്ടോ ഇപ്പോൾ കാണണേ. അങ്ങനെ കെട്ടിയത് മതി എന്ന് പറഞ്ഞ് ഓടുന്ന കേട്ടോ. അങ്ങനെ ഞാൻ വേഗം പിന്നെ നല്ല സ്റ്റൈലും നോക്കില്ല, ജസ്റ്റ് ഇവിടം വരെ പോയാൽ മതിയില്ല, 5 മിനിറ്റിൻ്റെ കേസല്ലേ ഉള്ളൂ. അങ്ങനെ വെറുതെ ഒന്ന് എല്ലാം കൂടെ ഫ്രണ്ടിൽ നിന്ന് എല്ലാം കൂടെ എടുത്തൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഫോണൊക്കെ കൊടുത്ത പുള്ളിക്കാരി അനങ്ങാണ്ടിരുന്നുള്ളൂ കേട്ടോ. എത്ര സ്റ്റൈലിൽ വേണേലും നമുക്ക് എങ്ങനെ വേണേലും കെട്ടിക്കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു വേദി തലമുടി കെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഓടിയിട്ടോ. ഇനി നമുക്ക് സ്കൂളിൽ പോകുന്ന പരിപാടി കേട്ടോ. എനിക്കാണ് ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് റെഡിയാണ്, എന്നിട്ട് ഡ്രസ്സ് സ്കൂളിൽ പോകണം. അതിനിടയ്ക്ക് ഫോട്ടോ എടുക്കാം അമ്മയെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യുന്ന രീതിയൊക്കെ കേട്ടോ. ഇത് ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ കുറച്ച് ഇഷ്ടമൊക്കെ ഉള്ള ആളാണ്. ഇന്ന് വെയിലായതുകൊണ്ട് തന്നെ സ്കൂളിൽ നടന്നു പോകാനും ഓക്കെയാണ്. അല്ലെങ്കിൽ മഴയാകുമ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കണം. അല്ലെങ്കിൽ പുള്ളിക്കാരൻ നടന്നുകൊണ്ടിട്ടോ കുറച്ച് സമയമൊക്കെ നടക്കും. ആദ്യമൊക്കെ സ്കൂൾ ഓപ്പൺ ചെയ്ത സമയത്തൊക്കെ നമുക്ക് എടുക്കുകയും വേണ്ടായിരുന്നു. അവിടം വരെ ഇവിടെ തിരിച്ചും ഇങ്ങോട്ട് റിട്ടേൺ നടന്നോളും. ഇപ്പോൾ പക്ഷേ അത് പറ്റത്തില്ല കേട്ടോ. കുറച്ച് നടന്നു കഴിയുമ്പോൾ അമ്മേ വേദന എന്ന് പറയുമേ. അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ. പിന്നെ ഞാൻ ഈ കരിഞ്ഞാരി വെള്ളമല്ല, ഞങ്ങളിവിടെ ഒരു ചപ്പങ്ങ വെള്ളം എന്നാണ് പറയുന്നത്. ഒരു മരത്തിൻ്റെ തോല് ഉപയോഗിച്ച് നല്ല കളറ് വരും കേട്ടോ. ആ കളറ് വെള്ളം സ്കൂളിൽ കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞ് ഇപ്പോൾ എന്നും അതാട്ടോ തിളപ്പിക്കുന്നത്. അത് ഞാൻ ഇന്നലെ തിളപ്പിച്ചതിനെ കുപ്പിയിൽ എല്ലാവർക്കും ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ച് വെക്കും കേട്ടോ. എന്നിട്ട് ബാക്കി വെള്ളത്തിൽ തിളപ്പിക്കുവേ. അപ്പോൾ നമ്മൾ ഇനിയത്തെ പരിപാടിയില്ല, ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകട്ടോ. അങ്ങനെ സ്കൂളിൽ കൊണ്ടുവിട്ട വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വന്നു. എന്നിട്ട് ഇനി നമ്മൾ കുക്കിംഗ് പരിപാടിയിലേക്കാകട്ടെ പോകുന്നത്. സ്കൂളിൽ പോകുമ്പോൾ പിന്നെ ചോറും ഒന്നും കൊണ്ടുപോകേണ്ട, കറികളും അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇവിടെ പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പം കഞ്ഞിയും പയറൊക്കെ ആയിരുന്നല്ലോ. ഞങ്ങൾ പഠിക്കുമ്പോൾ കഞ്ഞിയും പയറൊക്കെ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ കഞ്ഞിയൊന്നുമല്ല കേട്ടോ. സ്കൂളിൽ നല്ല ചോറും ഉണ്ട്, 2 കൂട്ടം കറിയുണ്ട്. എന്തെങ്കിലും സാമ്പാറോ ബീട്രൂട്ടോ ഉണ്ട്. അങ്ങനെ 2 ഐറ്റം കറികൾ കാണും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പപ്പടം അങ്ങനെ മുട്ട പൊരിച്ചോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കൊടുത്തു വിടത്തുള്ളൂ കേട്ടോ. എല്ലാ ദിവസവും കൊടുത്തു വിടുന്ന അവർക്ക് എനിക്ക് തരണം അങ്ങനെയൊന്നും വാശിയൊന്നും ഇല്ലാത്ത കുട്ടികളാട്ടോ. അതുകൊണ്ട് എല്ലാ ദിവസവും ഒന്നും കൊടുത്തു വിടണ്ട. വെള്ളവും പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റും അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഞാൻ ചേട്ടായി ആണെങ്കിലും ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ രാവിലെ ഇങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഒത്തിരി നേരത്തെ ഏൽക്കേണ്ട കാര്യമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന എത്ര സമയം വേണോ അത്രയും നേരത്തെ ഏറ്റാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ രാവിലത്തെ എന്തെല്ലാം കറിയാണോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കേ. അപ്പോൾ ഞാൻ വൻപയർ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൻപയർ വെള്ളത്തിട്ട് വെച്ചു. പിന്നെ ഞാൻ വാഴക്കൂമ്പും വൻപയറും കൂടെ ആയിരുന്നു തോരൻ വെക്കുന്നത്. അപ്പോൾ വാഴക്കൂമ്പ് എല്ലാം അരിഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാട്ടോ പോകുന്നത്. പിന്നെ സവാള, മീൻ കറിക്കുള്ള സവാള, പിന്നെ തോരനുള്ള സവാള, ഉള്ളി അങ്ങനത്തെ ഒക്കെ അരിഞ്ഞ് വെക്കൽ, തേങ്ങ ചിരണ്ടി വെക്കൽ, അങ്ങനത്തെ പരിപാടി എല്ലാം രാവിലെ ചെയ്യും കേട്ടോ. പിന്നെ അരിയാണെങ്കിലും അരി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പോകും. ഇച്ചിരി കൂടുതലുള്ള അരിയാന്ന് കരുതി അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്ന അരിക്ക് അത്രയും വേവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കഴുകി വെട്ടാൽ മതി. പക്ഷേ എല്ലാം കഴുകി വെച്ചിട്ട് ഞാൻ പോകുന്ന പൊന്നൂട്ടീനെ കൊണ്ടുവിട്ടിട്ട് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാമല്ലോ. കൊണ്ടുവിട്ടിട്ട് വരുമ്പോൾ പിന്നെ കുറച്ച് നേരം ഇരിക്കേണ്ട പരിപാടിയൊക്കെ വരും. തക്കുച്ചിലെടുത്തിട്ട് വരുമ്പോൾ അവർ പോയ സങ്കടമൊക്കെ കാണും. അപ്പോൾ ആ സങ്കടത്തെ ഇടയ്ക്ക് എനിക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാട്ടോ പോകത്തുള്ളൂ. പിന്നെയല്ല ഇപ്പോൾ എന്താ തോരനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചതച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ കറിവേപ്പിലയൊക്കെ ചതച്ച് വെച്ചു. ഇത് മീൻ കറിക്കുള്ള സവാള അരിയുവാണ്. സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് കറി അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാട്ടോ ഞാൻ കറി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെന്താ, ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പില കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചധികം പറിച്ചുകൊണ്ട് വരിക. കുറച്ച് എല്ലാത്തിലും ഞാൻ കുറച്ചധികം കറിവേപ്പില ഇടും. കറിവേപ്പില കറിയിൽ കഴിക്കുന്നവരുണ്ടാവും. ഞാൻ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ എടുത്ത് കളയും. അന്നേരം ഫ്ലേവർ നമ്മുടെ കറിയിൽ നിൽക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഇടും കേട്ടോ എല്ലാ കറിയിലും.
ചക്കപ്പുഴുക്കിലും കപ്പപ്പുഴുക്കിലും മെയിനായിട്ട് അതാണ് എൻ്റെ ചക്കപ്പുഴുക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒത്തിരി ഇടുമ്പോൾ കറിവേപ്പില ഒത്തിരി ഇടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലതാണല്ലോ കറിവേപ്പില കഴിക്കുന്നത്. അങ്ങനെ ഞാൻ മീൻ കറിക്കുള്ള എല്ലാം അരിഞ്ഞു വെക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തക്കുച്ചി അവിടെ ഇരുന്ന് എൻ്റെ കൂടെ കറി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എൻ്റെ നിന്ന് സവാള മേടിച്ചിട്ട് പുള്ളിക്കറി അവിടെ നിന്ന് ചെറിയൊരു സ്പൂണൊക്കെ എടുത്ത് അങ്ങ് പാത്രത്തിലേക്കിട്ട് കളയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കറിവേപ്പിലാണേലും എടുത്ത് കളയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് കുക്കിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ വലിയൊരു ക്ലീനിങ് ബാക്കി കാണുമേ. വീട് ഫുള്ള് കറിവേപ്പില മയമായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഈ ബോട്ടിലെല്ലാം കുറച്ച് പൊടിയായിട്ട് ഇട്ട് വെക്കും. ഇത് ഞാൻ മറ്റേ മഴക്കാലം തുടങ്ങിയല്ലോ, വേനൽക്കാലത്ത് ഞാൻ കാശ്മീരി ചില്ലിയും സാധാരണ ചില്ലിയും കൂടെ ഉണക്കി പൊടിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. അത് ഞാൻ ഓരോ ബോട്ടിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ബോട്ടിലേക്ക് കഴിഞ്ഞ് ഇനി ഒരു ബോട്ടിലും കൂടെ ഇരിപ്പുള്ളൂ. അങ്ങനെ ഇട്ട് വെക്കും. അങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ മല്ലിയാണേലും മേടിച്ചിട്ട് പൊടിച്ചിട്ട് അങ്ങനെ വെക്കുവേ. മഞ്ഞൾ പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായതാട്ടോ. അപ്പോൾ മഞ്ഞൾ ഉണങ്ങി പുഴുങ്ങാനൊന്നും ഞാൻ ഈ പ്രാവശ്യം മഞ്ഞൾ നിന്നില്ലേ. മഞ്ഞൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉണങ്ങിയിട്ട് മിക്സിയിലിട്ട് പൊടിക്കുക കേട്ടോ ചെയ്ത്. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. ഇത് മീൻകറിക്കുള്ള മസാലകളാണ്. ചിലപ്പോൾ ഞാനിങ്ങനെ മസാല എടുത്ത് വെക്കും, അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് ചട്ടിയിലേക്ക് ഇടത്തേ ഉള്ളൂ. ഇന്നേതായാലും ഞാൻ മുളക് പൊടി 2 സ്പൂണും പിന്നെ നമ്മുടെ ഫിഷ് മസാല ഒരു 5-6 സ്പൂൺ ഇടുവേ. ചെറിയ സ്പൂൺ കേട്ടോ, 5-6 സ്പൂണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ്. അതുപോലെ മല്ലിപ്പൊടി ഒരു 5-6 സ്പൂൺ ഇടും. മുളക് പൊടി ഒരു 1-1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചില ആൾക്കാർ പറയത്തില്ലേ നമ്മുടെ കറി ഈ പൊടികൾ മൂപ്പിക്കാൻ അറിയത്തില്ല, കരിഞ്ഞു പോകുന്നൊക്കെ പറയത്തില്ലേ. അങ്ങനെ കരിഞ്ഞു പോകാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാട്ടോ. ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ ഈ മറ്റേ പൊടികൾ മൂപ്പിക്കാൻ അറിയത്തില്ലാത്തവർക്ക് കരിയാതെ കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. പിന്നെ പെട്ടെന്ന് ഈ മല്ലിപ്പൊടി ഇങ്ങനെ മുക്കാൻ കുറച്ച് അധികം സമയം എടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ അങ്ങനെ ഒത്തിരി സമയം എടുക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഈ പൊടിയൊക്കെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കൊച്ചി ഒന്ന് കരഞ്ഞാൽ ഇച്ചിരി പ്രശ്നം ഉണ്ടായാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പരിപാടിയൊക്കെ തീരും കേട്ടോ. അപ്പോൾ ഞാൻ കറിക്കുള്ള ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇപ്പോൾ വീടെടുക്കുന്നുണ്ട് ഞാൻ ഓരോന്നോരോന്ന് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ 3 അടുപ്പിൽ 3 ഐറ്റം വെച്ചിട്ട് ഒന്നിച്ച് കുക്ക് ചെയ്ത് പെട്ടെന്ന് പരിപാടി തീർക്കുന്ന ആണ് കേട്ടോ. പിന്നെ നമുക്ക് മീൻ കറിക്ക് ആവശ്യമുള്ള നമ്മുടെ കുടംപുളിയും കൂടെ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുവേ. അപ്പോഴേക്കും അതും സെറ്റായിക്കോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ. ഇപ്പോൾ നമ്മുടെ പുറത്ത് ചെറുതായിട്ട് മഴയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ പയറും ചോറൊക്കെ നമ്മുടെ വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം നമ്മുടെ മീൻ കറി സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് ചട്ടി അടുപ്പ് വെച്ചു, ഗ്യാസ് ഓണാക്കി. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തേങ്ങ അരച്ച മീൻ കറി ഞാൻ അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. തേങ്ങ അരച്ച മീൻ കറിയേക്കാൾ ഇഷ്ടം സാധാരണ നമ്മളിങ്ങനെ വെക്കുന്ന മീൻ കറിയില്ലേ, ആ മീൻ കറി കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു, കടുകും ഇട്ടു, ഉലുവയിട്ടു. നല്ല കണവ് എന്നുള്ള മീനാട്ടോ. നല്ല മീനാ, കറി വെക്കാൻ നല്ലതെന്നാണ് പറഞ്ഞത്, അറിയില്ല. അങ്ങനെ കടുക് ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ബഹളമൊക്കെ നടക്കുന്നുണ്ട്. തക്കുജീനെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്തോണ്ടാട്ടോ ഞാൻ ഈ വഴറ്റൊക്കെ ചെയ്യുന്നത്. പുള്ളിക്കാരിനെ എടുക്കണമെന്ന് പറഞ്ഞ് വന്നാൽ നമ്മൾ എടുത്തില്ലെങ്കിൽ ഭയങ്കര വഴക്കായിരിക്കും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് എടുത്ത് വെക്കുക, പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് താഴെ വെക്കുക, അങ്ങനെയൊക്കെ. പിന്നെ പെട്ടെന്ന് നമ്മുടെ സവാളയൊക്കെ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാമല്ലോ, പെട്ടെന്ന് വഴറ്റി കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഞാൻ മീൻ കറിക്കുള്ള ആവശ്യമുള്ള ഏകദേശം 1 സ്പൂണോളം 1.5 സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പം വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണേ. അതിനിടയ്ക്ക് തക്കുജി കൊടുക്കണമെന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഇപ്പം ഇത്ര നാൾ സ്കൂളടച്ചുകൊണ്ട് അവരൊക്കെ കളിക്കാനുള്ളതുകൊണ്ട് ഓക്കെ ആയിരുന്നു. ഈ ശനി ഞായർ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച പോകുമ്പോൾ തക്കുജുവിന് ഭയങ്കര സങ്കടം കേട്ടോ. അവർ കളിക്കാനുണ്ടായിട്ട് പെട്ടെന്ന് അവരില്ലാണ്ടാവുമ്പോൾ ഒറ്റയ്ക്കായുള്ള ഫീലിങ്ങിൽ ചിലപ്പോൾ TV കണ്ടുകൊണ്ട് എങ്ങനെ ഇരിക്കും, ചിലപ്പോൾ TV കാണാനും മടിയായിരിക്കും. എൻ്റെ പുറകെ അങ്ങനെ നടക്കും. കിച്ചണിൽ ഞാൻ വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് കുക്കിംഗ് പരിപാടിയൊക്കെ ആയിരിക്കും പുള്ളിക്കാരി. അങ്ങനെ നമ്മുടെ മീൻ കറിക്കുള്ള സവാള വഴറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സവാളയൊക്കെ വഴറ്റിയതിന് ശേഷം ഓക്കെ അതിന് ശേഷം നമ്മൾ നേരത്തെ അലിപ്പിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ, ആ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പൊടിയുടെ പച്ചക്കുത്ത് മാറുന്നവരെ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. പച്ചക്കുത്തുണ്ടെങ്കിൽ നമ്മുടെ കറി ഒരു ടേസ്റ്റ് ഇല്ലാണ്ടാവും.
ഇങ്ങനെ അലിപ്പിച്ച് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ, ഒത്തിരി സമയം ആകത്തില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ TV ഓണാക്കി കൊടുക്കാനും കൊച്ചു TV വെച്ച് കൊടുക്കാനൊക്കെ പോയി കേട്ടോ, അതുകൊണ്ട് ഇളക്കി കൊടുക്കാതിരുന്നേ. കൊച്ചു TV വെക്കുവാണെങ്കിൽ ഹേദി എന്നുള്ളൊരു പരിപാടിയുണ്ട്, അതാട്ടോ തക്കുജുന് ഇഷ്ടം. അത് കാണുവാണെങ്കിൽ ചിലപ്പം കുറച്ച് സമയം ഇരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഇളക്കി കൊടുക്കാൻ പോയി. പിന്നെ ഞാൻ നമ്മുടെ പൊടിയും കൂടെ കലക്കി വെച്ചിരുന്ന പാത്രമില്ലേ, ആ പാത്രത്തിൽ കുറച്ചും കൂടെ വെള്ളവും കൂടെ കഴുകി ഒഴിക്കുവാണേ. ഇനി നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാതെ നമ്മുടെ പുളി വെച്ചിരുന്നില്ലേ, ആ പുളിവെള്ളം ആട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. പുളി ആ കൂടെ ഇടും, പുളിവെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കും കേട്ടോ. ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പുളി ചെറിയ പുളി ആയതുകൊണ്ട് ഞാൻ 3-4 പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കാവേ. ഇനി നമ്മുടെ മീൻകറിയുടെ ആ ചാറ് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീനിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ പീസുകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറു തീയിൽ മീൻകറി നമുക്ക് തിളച്ച് തുടങ്ങി. നമുക്ക് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് മീൻകറി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇന്നത്തെ പരിപാടി നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള നമ്മുടെ വാഴക്കൂമ്പും വൻപയർ തോരനാട്ടോ. ഇതാണ് വാഴക്കൂമ്പ് ഞാൻ എല്ലാ കറുത്ത അതിൻ്റെ തൊലി ഫുള്ള് പറിച്ചെടുക്കുവേ. അത് വൈറ്റ് വരത്തില്ലേ, ആ വൈറ്റ് ഭാഗം മാത്രമായിട്ട് എടുക്കത്തുള്ളൂ. അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുവേ. ആ വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ കറ നന്നായിട്ട് പോകും. പിന്നെ മറ്റേ നൂല് പോലെ അങ്ങനെയൊന്നും കിടക്കത്തില്ല കേട്ടോ. അപ്പോൾ വെള്ളത്തിട്ട് വെച്ചേക്കുന്ന വെള്ളം തോരാൻ വേണ്ടി ഞാൻ കഴുകിയൊക്കെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ഓയിലിലേക്ക് എണ്ണ ഒഴിച്ചു. പിന്നെ നമ്മുടെ ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ ഇടിച്ച് വെച്ചിരുന്നില്ലേ, അതും ഇട്ട് ഇളക്കി കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ ഇട്ടിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ട് ഇളക്കി. ഇളക്കിയതിന് ശേഷം നമ്മുടെ വാഴക്കൂമ്പ് വെള്ളം പോകാൻ വേണ്ടി ഞാൻ വെച്ചിരുന്നല്ലോ, അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വേകുന്നൊരു ഐറ്റം കേട്ടോ വാഴക്കൂമ്പ്. ചിലവർക്കൊന്നും ഈ വാഴക്കൂമ്പ് ഇഷ്ടമില്ല, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണമാണ് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. എൻ്റെ റെസിപ്പി കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഇടാൻ മറക്കരുതൊന്നും ചെയ്യരുത് കേട്ടോ. ഇത് വൻപയർ തന്നെ ഇടണമെന്നൊന്നുമില്ല, ചെറുപയറിട്ട് വെക്കാം, ചക്കക്കുരു ഇട്ട് വെക്കാം, എന്നാലും നല്ല ടേസ്റ്റ് കേട്ടോ. തന്നെ വെച്ചിട്ട് മുട്ടയിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വാഴക്കൂമ്പ് വെന്തതിന് ശേഷം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കുക കേട്ടോ. വൻപയർ ഇട്ട് കൊടുത്ത് ജസ്റ്റ് എല്ലാം കൂടെ ഇളക്കി ഉപ്പും കൂടെ നോക്കുക. ഉപ്പ് ആവശ്യമുണ്ട് ചെറുതായിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയും ടേസ്റ്റുള്ള തോരൻ ഇല്ലെന്ന് എനിക്ക് തോന്നി. അതുപോലെ നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷേ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനത്തെ തോരൻ വീട്ടിലുണ്ടാക്കുമ്പോൾ എനിക്ക് ദേഷ്യമായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലായിരുന്നു അന്നൊക്കെ. പക്ഷേ അങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ, ചെറുപ്പത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമ്പോൾ വലുതാകുമ്പോൾ ഇഷ്ടമാകുമായിരിക്കും. അങ്ങനെ നമ്മുടെ മീൻകറിയും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. മീൻകറി റെഡിയായതിന് ശേഷം നമ്മുടെ കറിവേപ്പില ഒരു തന്നെ കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മുടെ ചോറിന് സമയത്ത് തുറക്കുമ്പോൾ നല്ല സ്മെല്ലും അങ്ങനെ കേട്ടോ. ഇനി നമ്മുടെ ചോറ് നേരത്തെ വിസിലടിച്ചിരിപ്പുണ്ട്, ഞാൻ ഊറ്റിയിട്ടില്ലായിരുന്നു, ഇപ്പോഴാട്ടോ ഊറ്റുന്നത്. ഞാൻ ഇങ്ങനെയാട്ടോ ചോറ് ഊറ്റുന്നത്, ഫുള്ളായിട്ട് അരിപ്പപ്പാത്രത്തിലേക്ക് കമത്താറില്ല. ഇങ്ങനെ സമയമില്ലാത്തപ്പോൾ മാത്രം അങ്ങനെ ചെയ്യും കേട്ടോ. അങ്ങനെ ചെയ്യില്ല എന്നല്ല, ചെയ്യും. പിന്നെ ഈ തവിയും കൊണ്ട് ഇങ്ങനെ കോരി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അതും കൂടെ കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പോഴത്തേക്കും തക്കുജു TV ഒക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരി അവിടെ ഒറ്റയ്ക്കിരുന്ന് മടുത്തു, ഇതെന്താ അമ്മ എന്താ കാണിക്കണേ എന്നൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ടായി. അങ്ങനെ അവളെ എടുത്തോണ്ടാട്ടോ അടുത്ത ചോറ് ഊറ്റുന്ന പരിപാടി. അങ്ങനെ ചോറ് ഊറ്റലും കഴിഞ്ഞ് എല്ലാ കാര്യം സംശയമുണ്ട് കേട്ടോ. അങ്ങനെ ചോറ് ഊറ്റലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒത്തിരി പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇത്രയും കഴിഞ്ഞ് നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞു. നമ്മുടെ കറി ഇന്നലത്തെ കറി ഇരിപ്പുണ്ടായിരുന്നു, തക്കാളി പരിപ്പയുടെ കറി വെച്ചതുകൊണ്ട് ചാറുകറി വെക്കേണ്ട ആവശ്യം വന്നില്ല. ഇത്രയൊക്കെ മതി, ഇന്ന് ഇത്രയൊക്കെ മതിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ക്ലീനിങ്ങും കൂടെ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ക്ലീനിങ് ഉണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയേക്കണ ഒരു സൊല്യൂഷൻ കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലൊരു ഐഡിയ കേട്ടോ ഈ സൊല്യൂഷൻ. നമ്മുടെ വിനാഗിരി ഒഴിക്കുക, കുറച്ച് ഡെറ്റോൾ ഒഴിക്കുക, പിന്നെ നമ്മുടെ ഫ്ലോർ ക്ലീനറായിട്ടുള്ള സൊല്യൂഷനും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുവാണെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളും നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാൻ നല്ല കേട്ടോ. ഉറുമ്പ് വരത്തില്ല, നല്ലൊരു സ്മെല്ല് കിട്ടും. എപ്പോഴും ഒരു ഫ്രഷ്
ഫീലിംഗ് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ. നല്ലൊരു അടിപൊളി ലിക്വിഡാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് തുണിയിലൊക്കെ വിരിച്ച് അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഇച്ചിരി ബിസി ആയിപ്പോയി. ഇനി ഞാൻ ചോറിനട്ടെ, ഉച്ചയായി 1 മണിയായി. ചേട്ടായി ഇന്ന് വരത്തില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് ചോറിനം. നമ്മുടെ വാഴക്കൂമ്പ് തോരനും തക്കാളിയും പരിപ്പ് കറിയും മീൻ കറിയൊക്കെ കൂട്ടി ചോറിനട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ. വേറെ വീഡിയോ ഉണ്ട്, വീണ്ടും കാണാം.